ബസ്സിലെ ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. എനിക്ക് നീതി വേണം യൂറോണ്. ഇത്രയും തോന്നിയാസം കാണിച്ചില്ല. പക്ഷേ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. എന്റെ കഴപ്പ് അങ്ങനെ തീർന്നു കിട്ടി. ഇപ്പൊ ഞാൻ നല്ല ഹാപ്പിയാണ്. താങ്ക് യു ഗൈസ്. ദിവ്യ ഒറ്റ വാക്കിലാണ് ഈ ജാമ്യാപേക്ഷ തള്ളുന്നുവെന്ന്, അത് ജാമ്യം നിഷേധിക്കുന്നുവെന്ന് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് വിധി പ്രസ്താവിച്ചത്. തനിക്ക് പോകാൻ അനുവാദമില്ല. തനിക്ക് നേരിട്ടൊരു ദുരനുഭവം തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുക മാത്രമാണ് ഷിംജിത ചെയ്തത്. അതിനെ തുടർന്ന് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നുമായിരുന്നു ഷിംജിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ചത്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്ന് പരിഗണിച്ച ഉടൻ, അതായത് ഇത് വിധി എടുത്ത ഉടൻ തന്നെ മജിസ്ട്രേറ്റ് പറഞ്ഞത് ഷിംജിതയുടെ ജാമ്യം നിഷേധിക്കുന്നു, ഈ ഹർജി തള്ളുന്നു എന്നാണ്. നോക്കണ്ട, അടിച്ചോ. ഓക്കേ ബോസ്. ഈ ഹർജിയിൽ പോലീസിന്റെ റിപ്പോർട്ടും നിർണായകമായി. പോലീസ് ഷിംജിതയ്ക്കെതിരായി കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഞാനിട്ട വകുപ്പ് വെച്ചിട്ട് നിനക്ക് എന്തായാലും ജാമ്യം കിട്ടത്തില്ല. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നെ. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഷിംജിത ഈ നിലയ്ക്ക് ഒരു ലൈംഗികാതിക്രമം നേരിട്ടതായി, ഷിംജിതയ്ക്ക് ഉന്നയിക്കപ്പെടുന്നത് പോലെ ലൈംഗികാതിക്രമം നേരിട്ടതായി പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, സഹയാത്രികരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴികളിലൊന്നും ഷിംജിതയ്ക്കോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ലൈംഗികാതിക്രമം ആ ബസ്സിൽ ഉണ്ടായതായി ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പം എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും. 17-ാം തീയതി ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു യാത്രിക ഷിംജിതയ്ക്കെതിരെ ഈ വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ കണ്ണൂർ സിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്നെ മുഖം ഉൾപ്പെടുത്തി എന്ന് പരാതി നൽകിയിട്ടുണ്ടെന്ന വാദം കൂടി ഈ ദീപകിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകാം.